പ്രൈസ് ഗോഡ്. എത്രവർക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം പല ആവർത്തി ഞാൻ ശുശ്രൂഷിച്ച ഭാഗമാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് അത് അല്പം വിശദീകരിക്കാൻ പോകും. വചനത്തിൻ്റെ വെളിപ്പാടുകളിലൂടെ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ കാണുന്ന ആയുധങ്ങളുടെ മേൽ അത് വിടുതലായി മാറും. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞു. എബ്രായ ലേഖനം 12:1 മുതൽ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഒരാമീൻ പറഞ്ഞേ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. കണ്ണുകൾ അടച്ചാട്ടല്ല. കർത്താവേ, ഇന്ന് ഈ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ നന്ദി. നീ വചനത്തിന്റെ വാതിലുകളെ തുറന്നതിനായി സ്തോത്രം. ആത്മാവിന്റെ ശക്തിയിൽ വിവേചിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സഭയെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കുക. ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഉറങ്ങി തൂങ്ങിയൊന്നും ആരും ഇരിക്കരുത്. ദൈവത്തെ സ്തുതിച്ചേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. എബ്രായ ലേഖനം പറയുകയാണ്, നമ്മുടെ ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങൾ ബന്ധപ്പെടുന്നവരെല്ലാം സാക്ഷ്യമുള്ളവരായിരിക്കണം. അത് ഭൂമിയിലെ സാക്ഷ്യം. ഇവിടെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ജഡരക്തങ്ങളെ കുറിച്ചല്ല. കർത്താവിന്റെ വിശുദ്ധന്മാർ, ദൂതന്മാർ, സ്വർഗീയ ഗണങ്ങൾ, കർത്താവിന് വേണ്ടി നിലനിന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവർ രാമൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ എപ്പോഴും സാക്ഷ്യമുള്ളവരുമായിട്ടാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ അവർ നിങ്ങളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കും. ബലഹീനമാകുമ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. കർത്താവിന്റെ അമ്മയുടെ അടുക്കൽ ദൂതൻ വന്ന് ഹല്ലേലൂയ ദൂത് പറയുമ്പോൾ പുരുഷനെ അറിയാമെങ്കിൽ ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവിടെ ആ ഹ്യൂമൻ നേച്ചറിൽ അവൾ പറഞ്ഞെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ, അപ്പോൾ അതും പുള്ളിക്കാരത്തേക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പിന്നെ പറഞ്ഞു, കുട്ടികളില്ല എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. അപ്പോൾ അമ്മ പെയ്യെ യഹൂദ മലനാട്ടിൽ യാത്ര ചെയ്യുകയാണ്. ദൈവത്തെ ശ്രദ്ധിച്ചോണം. ഉള്ളിൽ ദൂത് വഹിച്ചോണ്ടാണ് ഇവള് പോകുന്നത്. അന്നേരം സ്കാൻ ചെയ്താൽ ഒന്നും കാണത്തില്ല. പക്ഷേ വിത്ത് ഉള്ളിൽ വീണു. യേശുവാകുന്ന വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി വചനം ജഡമായി. അപ്പൊ ജഡമാകുന്നതിന് മുമ്പ് ആ ഉള്ളിൽ എപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആമീൻ ഉറക്കെ പറഞ്ഞേ. ദൂത് എപ്പോഴൊക്കെ നിങ്ങൾ സ്വീകരിക്കുമോ അന്നേരം നിങ്ങളുടെ ഉള്ളിൽ ചിലതൊക്കെ വീഴുകയാണ്. വചനത്തിന്റെ വാതിലുകൾ തുറന്നിരുന്ന മനസ്സിലാക്കി വിശദോട് വരുന്നത് എനിക്ക് ഇത്രയും ഭാഗം വിവരിക്കണം. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവാ. അമ്മ മറിയ എലിസബത്തിന്റെ അടുക്കൽ ചെന്ന് വന്ദനം പറഞ്ഞതേ ഉള്ളൂ. പിള്ള ഉള്ളത്തിൽ തുള്ളാൻ തുടങ്ങി. അവള് പറയുക, കർത്താവിന്റെ അമ്മ സംസാരിച്ചതേ ഉള്ളൂ. ചിലര് സംസാരിക്കുമ്പോൾ നമ്മളെ തളർത്തിക്കളയും, നമ്മളെ ബലഹീനരാകും. ചിലര് സംസാരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ചിലതൊക്കെ തന്നായിരിക്കും ദൈവം നിങ്ങളെ ഇവിടെ നയിക്കുന്നത്. വെറുതെ ഇവിടെ നയിക്കത്തില്ല. ചിലതൊക്കെ അപ്പൊ ചോദിക്കും, പക്ഷെ അതൊന്ന് വിവരിക്കാമോ? എന്താ തന്നു വിടുന്ന എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പറയാം, ഹന്നയോട് ചോദിച്ചാൽ മതി. ഒത്തിരി ഉണ്ട് പല ഉദാഹരണം. ഹന്ന പറയും, ഞാൻ എന്നും പള്ളി ഒന്ന് പ്രാർത്ഥിക്കുന്ന, എന്നും ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന, പക്ഷെ എനിക്ക് ഇന്ന് എന്തോ ഇന്ന് എന്റെ അകത്തിങ്ങനെ പറയുന്നു, നീ ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ നീ ഇന്ന് ആരാധിച്ചോ, നീ ഇന്ന് ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിച്ചോ. നന്ദിയോടെ 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 നിങ്ങൾ ശ്രദ്ധിച്ചേ.
അപ്പൊ അവക്കറിയാം ഇന്ന് ഞാൻ ആരാധിക്കുമ്പോൾ സാധാരണ ചടങ്ങ് പോലുള്ള ആരാധനയല്ല, സാധാരണ ചടങ്ങ് പോലുള്ള പ്രാർത്ഥനയല്ല. ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു, നിങ്ങളെ ആരെങ്കിലും ആരാധിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കുറ്റം പറയുന്നില്ലെങ്കിൽ ചിന്തിച്ചു നിങ്ങളുടെ ആരാധന കറക്റ്റ് അല്ല. അമ്മ പറഞ്ഞു ആരെങ്കിലും ക്ഷയിക്കേണ്ടെന്ന് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അല്പം നിങ്ങളുടെ ആരാധന മറ്റുള്ളവർക്ക് അരോചകമാകുന്ന അല്പം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ചിന്തിച്ചു, ഇത് പുരോഹിതന് പ്രയാസം ഉണ്ടാക്കി. ശ്രദ്ധിച്ചേ, അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി, ഒരു മെഡിക്കൽ സയൻസിലോ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നിങ്ങൾ പോയാൽ പോലും തന്നിരിക്കുന്ന അവർക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല. അവര് പറയും ഞാൻ ചെയ്തെന്ന് പറയും. പക്ഷെ ഇവിടെ ഉറപ്പാ, അവിടെ മുഖം പിന്നെ വാടിയില്ല. എടുക്ക വിശ്വാസത്തോടെ, അവിടെ മുഖം പിന്നെ വാടിയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ കൂടി വരവ് വേണ്ട. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ ഏൽക്കാനെ വേണ്ട. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ ജോസഫ് വേണ്ട. കാരണം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഒരു ഹാലലൂയ ഉറക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മുമ്പോട്ട് പോട്ടെ. നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം, നമ്മുടെ ചുറ്റുമാരുണ്ട് വലിയൊരു സൈനികൻ. ഇത് പറഞ്ഞു ഞാൻ തനിച്ചേ ഉള്ളൂ. തനിച്ചല്ല, യു ആർ നോട്ട് അലോൺ. കൂടെ ചുറ്റുമാളുണ്ട്. ഒരു ദൈവ പൈതലിന് വ്യക്തമായി ബോധ്യം വരണം, നീ തനിച്ചല്ല. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, even when I walk through the valley of the shadow of death I will fear no evil for you are with me. ഓ കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എന്താ കാരണം? യഹോവേ പറ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈശോ പ്രാർത്ഥിക്കുന്നു, കണ്ണു തുറന്നു. ഗ്രേസി കണ്ണു തുറന്ന് കാണുമ്പോൾ എന്താണ്? അഗ്നിമയ രഥങ്ങൾ. അങ്ങനെയാണ് പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് വേണ്ടി എത്ര ദൂതഗണങ്ങളായിരിക്കും, എത്ര സ്വർഗീയ സൈന്യങ്ങളായിരിക്കും നമുക്ക് ചുറ്റും കരങ്ങളടിക്കും. നിങ്ങൾ ശക്തിയുടെ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെയാണ് എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഇവിടെ എവിടെ നിങ്ങൾ പോയാലും നിങ്ങൾ തനിച്ചല്ല. ഞാൻ ചോദിക്കട്ടെ, പ്രയോജനമില്ലാത്ത 10 50 എണ്ണം 10 20 എണ്ണം നിന്റെ കൂടെ ഉണ്ടിട്ട് എന്താ പ്രയോജനം? ശൗലിന്റെ കൂടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും മല്ലൻ വെല്ലുവിളിക്കുമ്പോഴും ശൗൽ ഓടാൻ തുടങ്ങുമ്പോൾ അവരുടെ കൂടെ ഓടാൻ റെഡിയാണ്, അല്ലെ അവർ ഓടുമ്പോൾ അവരുടെ കൂടെ ഓടാൻ ശൗൽ റെഡിയാണ്. പക്ഷെ ദാവീദ് പറഞ്ഞു, സഹോദരന്മാർ പോലും കൂടില്ല. പക്ഷെ ദാവീദ് പറഞ്ഞു, നീ വടിയും വേലും കുന്തവുമായി വരുക. ഞാൻ ആരെ എങ്ങനെ വന്നേ? ഇസ്രായേലിന്റെ ദൈവത്തെ. ഇവിടെ എബ്രായറിൽ എഴുതിയിരിക്കുന്ന സാക്ഷികളുടെ ഇത്ര വലിയ, നിങ്ങൾ ശ്രദ്ധിക്കുന്നു, therefore since we are surrounded by so great a cloud of witnesses. സാക്ഷികളുടെ ചെറിയ കൂട്ടമൊന്നല്ല. സീനോ ശിയോൻ പർവ്വതത്തിനും അനേകായിരം ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ന്യായാധിപതിയായ ദൈവത്തിനും ഹബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനടുത്തേക്കാൾ നീ വന്നിരിക്കുന്നേ. നിന്റെ ഈ പുറം കണ്ണുകൊണ്ട് നോക്കുന്നോണ്ടാ നീ ബലഹീനതകൾ പറയുന്നത് എനിക്ക് ആരുമില്ലെന്ന്. നിന്റെ പുറം കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടാ നീ പറയുന്ന എല്ലാം പരാജയമാണെന്ന്. നിന്റെ പുറം കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടാ നീ പറയുന്ന എല്ലാവരും എനിക്ക് വിരോധികളാണെന്ന്. പക്ഷേ അകക്കണ്ണു തുറന്ന് എനിക്ക് ഏറ്റവും എന്നെ വേദം സന്തോഷിപ്പിച്ചൊരു ഭാഗം ഞാൻ പറയാം. കരങ്ങൾ വീശു നന്ദി പറഞ്ഞേ, നല്ലൊരു ആമീൻ പറഞ്ഞേ, വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നു, നിന്നെ വിട്ടയക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. യേശു പറഞ്ഞു, മുകളിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ നിനക്ക് എന്റെ മേലൊരു അധികാരമില്ല. തീർന്നില്ല. പിന്നെ പറഞ്ഞു, ഞാനിപ്പോൾ കൽപ്പിച്ചാൽ ലഘുവെന്ന കോടിക്കണക്കിന് ആയിരക്കണക്കിന് ദൂതന്മാർ എനിക്ക് വേണ്ടി ഇപ്പോഴും ഇറങ്ങും. ശതാധിപൻ അത് കണ്ടോണ്ടാ പറഞ്ഞ, അകക്കണ്ണ് തുറന്നാ പറഞ്ഞ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എന്റെ കൂടെയുള്ള രാമ്യം പറഞ്ഞു, ഇന്ന് നിന്റെ കണ്ണ് തുറന്ന് ഇവിടുന്ന് പോകാമോ? ഓ, നീ ഒരു പക്ഷെ പ്രശ്നത്തിന്റെ കൂമ്പാരമായിട്ടായിരിക്കും വന്നേക്കുന്നത്. ഇന്ന് പോകുമ്പോൾ അമ്മയിൽ നടന്നു പറഞ്ഞു. പണ്ട് നോക്കി വർഷങ്ങൾക്ക് മുമ്പ് ഒരു അച്ചായ പേരോ അഡ്രസ്സോ പറയുന്നില്ല, ദൈവത്തെ മാത്രപ്പെടുത്തിക്ക്. അന്ന് രാവിലെ വന്നപ്പോഴും ഞാൻ ചോദിച്ചു, അച്ഛാ വസ്തുവിന്റെ കാര്യം എന്തായി? രാഷ്ട്രമൊന്നും ആയില്ല. പക്ഷെ നിങ്ങൾ കേട്ടോണം, ദൂതര വചനം കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, വസ്തു വിറ്റു. നിങ്ങളുടെ കൂട്ട് വലിയ ഭക്തനും വലിയ ആരാധന എന്നുള്ള ആളല്ല, പുള്ളിയുടെ ഹൃദയത്തിൽ ഒരു വേർഡ് ടച്ച് ചെയ്യും.
ഞാൻ പറഞ്ഞു, അച്ഛൻ രാവിലെ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞില്ലേ വസ്തു വിറ്റില്ല, ഫോൺ കോൾ വല്ലതും വന്നു പറ. അദ്ദേഹത്തിന് പ്രത്യേകം പോണറ്റിൻ്റെ ആയിട്ട് ഒന്നും കാണും. പാസ്റ്റർ അത് വിറ്റു. ഞാൻ പറയാം എന്താ കാരണം? അത് വിറ്റു ചിരിച്ചോണ്ടാ പറയുന്നത്. വിറ്റു ഒരു ശാലം തമാശ. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞില്ലേ ചെങ്കടൽ പിളർന്നെന്ന്, വഴി ഒരുക്കിയെന്ന് പറഞ്ഞില്ലേ, ഉണങ്ങിയ നിലത്തൂടെ അവർ നടന്നെന്ന് പറഞ്ഞില്ലേ. അന്നേരം തന്നെ എൻ്റെ അകത്തൊരു വെളിച്ചം വന്നു. എൻ്റെ അകത്ത് വന്ന വെളിച്ചം ഇതാണ്, അത് വിറ്റു. ഞങ്ങളോട് പറയട്ടെ, എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. പത്തനംതിട്ടയുടെ പ്രദേശം, അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുവോ. അന്ന് വൈകിട്ട് എനിക്ക് ഫോൺ കോൾ വരികയാണ്. ആൾക്കാർ വന്ന് കണ്ടു. അന്ന് തന്നെ ധാരണയായി. പിറ്റേ ദിവസം കരാർ എഴുതി. അപ്പൊ നമ്മൾ ചോദിക്കും, അച്ഛാ ഇത് എവിടെ? അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാടുകൾ സ്വീകരിച്ചോ. അതിനകത്ത് നിനക്ക് വേണ്ടതുണ്ട്. ഇന്ന് ആരെങ്കിലും ഭയപ്പെട്ടോ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം വ്യക്തതയോടെ പറയുകയാണ്, നീ വലിയൊരു സമൂഹത്തിന്റെ നടുവിലാണ് നീ നിൽക്കുന്നത്. നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ദൂതന്മാരുടെ ഒരു വലിയ സൈന്യം നിനക്ക് ചുറ്റുമുണ്ട്. ഞാൻ പറയത്തില്ല ശ്രദ്ധിക്കാൻ. കർത്താവ് അകത്ത് വെളിച്ചം തരുന്നെങ്കിൽ ആരാധിച്ചോ. ഒരിക്കലും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു യാത്ര, ഒരു പ്രത്യേക വളവിൽ വരുമ്പോൾ ഒരു പാണ്ടി ലോറി എൻ്റെ മുമ്പിൽ കൂടെ വന്നു. ഞാൻ ശരിക്കും അതിൻ്റെ ആ എന്തോ ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മുടെ, എന്തോ പറയുന്നത്, ആ ബോണറ്റല്ലേ ആ റേഡിയേറ്റർ, ആ ഭാഗം ഞാൻ ശരിക്കും കണ്ടു. ഞാൻ മുമ്പിലായി. വേണം ഇങ്ങനെ പറയാം, ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എൻ്റെ ഭാര്യ ചിന്തിച്ചു. ഒരു സെക്കൻഡ് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു വെള്ളയോടെ വന്നു കയ്യിലിങ്ങനെ. ഞാൻ നോക്കുമ്പം ആ തമിഴനൊരു ഡ്രൈവറാണ്. അദ്ദേഹം ഇറങ്ങി വണ്ടിയുടെ അടിയിൽ നോക്കുന്നു. ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ്. എന്നോട് കർത്താവ് സ്ഥലം വിട്ടോളാം. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഈയല് പോലും വറച്ച്. അന്നെനിക്ക് മനസ്സിലായി, നമ്മെ സൂക്ഷിക്കുന്ന ദൂതഗണങ്ങളുണ്ട്, നമ്മെ സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. അതുകൊണ്ട് വചനം പറയുന്ന കല്ലിൽ തട്ടിപ്പോകാതെ കൈകളിൽ സൂക്ഷിക്കുന്ന ദൂതന്മാർ, വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ ദൂതന്മാർ. ദേവദാസൻ പറഞ്ഞു, ദൈവമക്കളെ സംബന്ധിച്ച് വിശ്വാസികളുടെ ദൂതന്മാർക്ക് ജോലിയെ കൊടുക്കുന്നില്ല. കാര്യം വചനം പറഞ്ഞെങ്കിലേ ദൂതൻ ചലിക്കത്തുള്ളൂ. അത് വിശ്വാസത്തിന്റെ വചനം പറഞ്ഞാലേ ദൂതൻ ചലിക്കത്തുള്ളൂ. അത് നാവിനെ നിയന്ത്രിച്ചിട്ട് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ആവശ്യമില്ലാത്ത പാഴ്വാക്കുകളെല്ലാം പറഞ്ഞ് ദൂതം പറഞ്ഞവൻ ചലിക്കത്തില്ല. വിശ്വാസത്തെ എനിക്ക് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ദേവദാസൻ എനിക്കറിയാം. നാവ് കൊണ്ട് അദ്ദേഹം പാപം ചെയ്യത്തില്ല. വിശ്വാസന്റെ വാക്ക് പറയുമ്പോൾ ഏഞ്ചൽസ് പോയി മൂവ് ചെയ്യുന്ന കാണാം. ഇപ്പൊ നമ്മുടെ ചുറ്റും ആരുണ്ട്? എന്റെ മുമ്പിൽ ഇരുന്ന് ക്ഷീണമൊന്നും കാണിക്കല്ലേ. ഒരു ഹാലേലൂയ പറഞ്ഞേ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ മുമ്പോട്ട് പോട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല പാപവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? ഗ്രാമീണൊക്കെ പറഞ്ഞു, സകല പാപവും ഭാരവും. ഇന്നിവിടെ ഇരിക്കുന്ന എനിക്കറിയാം മുക്കാലും പാപത്തിന് എനിക്കറിയത്തില്ല. നാവുകൊണ്ട് ദോഷം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഭാരം മുക്കാലും കാണും. ഭാരം. അപ്പൊ നമുക്ക് സുഗമമായിട്ടൊന്ന് ഓടണമെങ്കിൽ, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനൊക്കെ നിൽക്കുകയാണെങ്കിൽ, എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം ഞങ്ങൾ ഈ ബോഡി പാസ് ഒക്കെ എടുത്ത് ലഗേജിനെ കയറ്റി വിടുമ്പോൾ ഞങ്ങൾ നല്ലൊരു ഫ്രീയാ. ഈ സ്റ്റേഷനിൽ ഈ തോളത്തൊരെണ്ണവും കയ്യിലൊരെണ്ണവും വെയിറ്റ് കൊണ്ട് സുഖമായിട്ട് ഓടാൻ നോക്കൂ. എനിക്കങ്ങനെ വ്യക്തമായിട്ട് ഓടാൻ നോക്കൂ. ഒരു ആമേൻ പറഞ്ഞ്. അതേ സമയം ഇതെല്ലാം കൂടെ കൊണ്ട് കൈ വീശി ഒന്ന് നടക്കണ ഓടണേന്ന്. അപ്പൊ വേദപുസ്തകം പറയുന്നത് ഭാരവും പാപം ലേസൈഡെന്നാ പറഞ്ഞേക്കുന്നേ. വിട്ടേച്ച് ഓടാനൊക്കത്തുള്ളൂ. ഇന്ന് പലർക്കും വിശ്വാസ ഗോളത്തിൽ ഓട്ടമില്ല. ഒരാമേൻ നടക്കുന്ന പോലും പാടുപെട്ട ഓട്ടം എന്ന് പറഞ്ഞ ചിന്തിച്ചു, കർത്താവ് വരുന്നിടം വരെ. ഒരാമേൻ ഉറക്കെ പറഞ്ഞേ, കർത്താവ് വരുന്നിടം വരെ, അല്ലെ ഭൂമിയിൽ നിന്റെ ആയുസ് വരെ നീ ഓട്ടക്കളത്തില. പക്ഷെ എല്ലാ ദൂതും ഞാൻ സ്വീകരിക്കാം. അത് കാര്യം മാത്രം എന്നോട് പറയരുത്. ഏത് പറയരുത്? ഞാൻ ഓട്ടക്കളത്തിലാണ്. തെളിവുണ്ടോ? പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ഉറക്കെ പറ, നല്ല പോർ പൊരുതി ഓട്ടം. പൗലോസ് അത്ലറ്റിക് അതുപോലെ എഴുതിയിട്ടുണ്ടോ? വേഴ്സിൽ എവിടെയെങ്കിലും ഇത്ര മാരത്തോൺ, ഇത്ര 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 കിലോമീറ്റർ അങ്ങനെ വല്ലതും ഉണ്ടോ? പിന്നെ ഏത് ഓട്ടോ പുള്ളി തികച്ച്? I finished my race. എന്റെ ഓട്ടം ഞാൻ തികച്ചെന്ന്.
ഓട്ടത്തെ പുള്ളിയെ തടസ്സപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടായി. അണലി കയ്യെ തൂങ്ങി കിടന്നു, കള്ള സഹോദരന്മാർ, കള്ള അപ്പോസ്തലന്മാർ, കപടവേഷക്കാർ, കപ്പലിലെ ആപത്ത്, നദികളുടെ ആപത്ത്, എല്ലാ ആപത്തും പുള്ളിയെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പുള്ളി അതിനെയെല്ലാം തട്ടി തട്ടി മാറ്റി ഓടി. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ഭാരവും പാപവും വിട്ടേച്ച് എന്ത് ചെയ്യണം? ഭാരവും പാപവും വിട്ടേച്ച് ഓടണം. നമുക്ക് വലിയ പാടാത് വിടാൻ. പക്ഷെ അത് മാത്രമേ എന്നോട് പറയുന്നത്. എനിക്ക് ആരോടെങ്കിലും ഒക്കെ പറയാൻ പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 ഓപ്പറേഷൻ കഴിഞ്ഞ കണ്ണ, 2 സർജറി കഴിഞ്ഞതാ കർണിയായിട്ട്. ഇതൊക്കെ എന്താ പറയണമെന്ന് അറിയും. ഒരു ആമീനോടൊക്കെ പറഞ്ഞു. ഇത് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണം. അല്ലാത്ത പ്രശ്നങ്ങളാണ്. എങ്ങനെ ഈ ഭാരം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പറയാം, എങ്ങനെ ഈ ഭാരം ഇടാൻ കഴിയും? ഞാൻ ചോദിക്കുന്ന ചോദ്യം വ്യക്തമായിട്ട് പറയണം. ഈ സൈഡിൽ പറയണം. ദൈവത്തെ ശ്രദ്ധിച്ച് ഈ ഭാരം എങ്ങനെ ഭാരമില്ലാതെ എങ്ങനെ ഓടാൻ കഴിയും? മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഓടുന്ന പറയണം. ഭാരമില്ല എങ്ങനെ ഓടാൻ കഴിയും? എന്തെങ്കിലും അറിയാവുന്ന പോലെ ഭാരമില്ലാതെ എങ്ങനെ ഓടാൻ കഴിയും? ഒന്നും മനസ്സിലാകുന്നില്ല. നിർത്തിയത് ഉള്ള കാര്യം പറയാൻ പറ്റും. ഭാരമില്ലാതെ ഓടണമെങ്കിൽ ആ ഭാരം എവിടെയെങ്കിലും ഇറക്കി വെക്കണം. ചെറിയ സിമ്പിൾ ആൻസർ. ഈ ഭാരം ഇവിടെ ഇറക്കി വെക്കുന്നത് ലഗേജ് ആണ് എവിടെയെങ്കിലും ഇറക്കി വെക്കാം. അല്ലെ നമുക്ക് മറ്റേ അതേ കയറ്റി വിടാം. ഈ ഭാരം വിടാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ ചെങ്ങന്നൂർ സിറ്റി ജീവിച്ചതുകൊണ്ട് എനിക്ക് ഈ ചുമട്ടുകാരെ കേട്ടപ്പോൾ എന്റെ ധാരണ മുഴുവൻ ഇവർ ഇന്നത്തെ പോലല്ലോ. ഈ ചാക്ക് കെട്ട് പാവം അന്ന് കട്ടപ്പെട്ടവന്റെ ഒക്കെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ചാക്ക് പുറത്ത് വെച്ചോണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെയൊക്കെ ചുമ്മിയവര്. അന്ന് ഞാൻ ചിന്തിച്ച് ഇവരെ കുറിച്ചായിരിക്കും കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്നവരെന്ന്. പിന്നെ മനസ്സിലായി ദൈവം ഉണ്ടെന്നും സ്വർഗത്തിൽ അവർ ഇരിക്കുകയാണെന്നും എന്റെ വിഷയങ്ങൾ പരിഹരിച്ചെന്നും അറിഞ്ഞിട്ടും ഭാരമേറ്റെടുത്ത് നടക്കുന്നവർ. ശ്രദ്ധിച്ചേ. അപ്പൊ ഓട്ടക്കളത്തിൽ ഒരാൾ ഓടണമെങ്കിൽ ഭാരം വേണ്ട. ആ ഭാരം എന്ത് ചെയ്യണം? അൺലെസ് ആൻഡ് അൻറ്റിൽ യു ഹാൻഡ് ഓവർ ടു ഹിം, നത്തിങ് വിൽ ഹാപ്പൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് ഞാനിതിലൊരു കഥ പറഞ്ഞു. ഞാൻ യൂട്യൂബിലൊക്കെ പറഞ്ഞത് ഒരിക്കലും. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഒരു ബംഗാൾ തൊട്ടടുത്ത് എൻ്റെ അടുത്തിരിക്കും. അല്പം ദൂരെ ഒരു 3 മണിക്കൂർ യാത്രയാണ്. ഇവന്റെ തോളത്തിരിക്കുക ബാഗ്. വണ്ടിക്കാരൻ പറഞ്ഞു, ലഗേജ് നീ ബീച്ചിലേക്കോ, നിങ്ങൾ താഴെ ആ സാധനം വെക്കും. ഓ എന്താ പിന്നെയും പിന്നെ എന്താടാ? ഓ ഇവർ തുമാര ഗാഡി ഖരാബായോ, നിന്റെ വണ്ടി പ്രശ്നമാണ്, കഴിക്കാവും. അവൻ ആ 3 മണിക്കൂർ അവന്റെ തോളത്ത് കിടപ്പുണ്ട് ഈ വെയിറ്റ്. അല്ലെ ഇനി അതിനകത്ത് എന്തെങ്കിലും വിശേഷപ്പെട്ട ആൾ എടുക്കുന്ന മേടിച്ചായിരിക്കും. കാരണം ആൾക്കാരുണ്ട് ടാക്സി. ദൈവത്തെ ശ്രമിച്ചു ഞാൻ എന്തൊക്കെ ഉണ്ടൊക്കെ എല്ലാം താഴെ വെച്ച് ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് ഫ്രീ ആയിട്ട് കൈകൊടുത്തു പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാഴ്ചകൾ പറഞ്ഞ് കർത്താവ് വരുന്നിടം വരെ കരമൊന്ന് അടിച്ച് പറഞ്ഞ് കർത്താവ് വരുന്നിടം വരെ ഭാരവും പാവവും ഒക്കെ വിട്ട് അവന്റെ മുഖത്ത് നോക്കി നോക്കി സന്തോഷത്തോടെ ഇവിടുന്ന് പോകുമ്പോഴെങ്ങനെ പോണ്ടേ ഇങ്ങനെ പറഞ്ഞ പോകാവും. രാമൻ പറഞ്ഞ് അതൊക്കെയാണ് എല്ലാവർക്കും പ്രയാസം. അങ്ങനെ പറയണേ എനിക്ക് പോലും കഴിയത്തില്ല, കഴിയണം. അതാണ് നിത്യതയെ കുറിച്ചുള്ള ഏറിയ പ്രത്യാശ വന്നാൽ നമ്മൾ ചെയ്യും. അവിടെ അപ്പച്ചൻ പറഞ്ഞു ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അപ്പച്ചൻ വെളുകേടാന്നാലും പറഞ്ഞില്ല. ഇനി എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. വീട്ടുകാർക്കറിയാം. വീട്ടുകാർ പറഞ്ഞു അപ്പച്ചൻ നിത്യതയെ കുറിച്ചാണ് പറഞ്ഞത്, പോകാനുള്ള ദേശത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബോധ്യമുണ്ടോ വേറൊരു ദേശത്ത് പോകുമെന്ന്? അറിയാം, ഇരിപ്പോയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ അതേപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ചിന്തിക്കണം, ഇവിടെ വെച്ച് തന്നെ ചിന്തിക്കണം. അമ്മയും പറഞ്ഞേ. അപ്പൊ സകല ഭാരവും മുറുകെ പറ്റുന്ന രണ്ടാമത്തെ പേര് ഭാരം വിടുന്ന കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ കർത്താവിന്റെ കയ്യിൽ, പത്രോസ് കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ആകയാൽ എന്തോ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ പറഞ്ഞേ സകല ചിന്താകുലവും ശകലമല്ല അവന്റെ മേൽ. As he was cares for us, put on him, cast on him all your burdens. അപ്പൊ ദൈവത്തിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷമാണ്. അവർ ടെൻഷൻ എടുക്കത്തില്ല. അവൻ പറഞ്ഞു അവർ ഉറങ്ങുന്നുണ്ടല്ലോ. നമ്മളാണ് വലിയ ഇറിറ്റേഷനിലാണ്, ഉറക്കമൊക്കെ.
പല സ്വപ്നം. അതുങ്ങൾ കാരണം അതുങ്ങൾ ഫ്രീ, അതുങ്ങൾക്ക് ടെൻഷനില്ല. അതുങ്ങൾക്ക് അറിയാം പേരൻസ് ഉണ്ട്, അതിനെ നടത്തും. കുഞ്ഞുങ്ങൾ ഗ്രാമീൺ പറഞ്ഞു, എടാ ഈ ദാവീദ് പറയുന്നത് എനിക്കൊരു ഇടയനുണ്ട്, എനിക്ക് അതുകൊണ്ട് മുട്ടുണ്ടാകത്തില്ല. പച്ച പുൽപ്പുറങ്ങളിൽ മാത്രമല്ല, ഇനി കൂരിൽ താഴ്വരയുടെ നടുവിൽ കൂടി പോയാലും അവൻ എന്നോട് കൂടെ ഉണ്ട്. ആമേ, ദൈവനെ അതിൽ പുറത്തു കൊണ്ടുവരും. അവന്റെ വടിയും കോലുവനെ ആശ്വസിപ്പിക്കും, ശത്രുഗാണിന്റെ വിരുന്നൊരുക്കും. നന്മയും കരുണയും ബോധ്യം ഉണ്ടോ? നന്മയും കരുണയും എന്റെ ആശയം ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഓൾ ദി ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. അപ്പം സകല ഭാരവും അവന്റെ മേലിടണം. പിന്നെന്താ പറഞ്ഞേ? പാപം, മുറുകെ പറ്റുന്ന പാപം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, റോഡൊക്കെ ടാർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിലെങ്കിലും ഒക്കെ പോയാൽ മതി, എപ്പോഴെങ്കിലും ടാർ വേണം. രാമൻ പറഞ്ഞു, നീ എത്ര, ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ സ്കൂട്ടറൊക്കെ സൂക്ഷിച്ച് നടന്ന് എത്ര പോയാലും വരുമ്പോ ചെരുപ്പേലും എപ്പോഴെങ്കിലും അല്പം ടാർ കാണും. ഈ ലോക ജീവിതത്തിൽ ഒരാമയിൽ ഉറക്കെ പറഞ്ഞു വേർപാടെന്തോ ഞാൻ ശരിക്കും വിളിച്ചു പറയുന്നു. പുറമേ ചെയ്യുന്ന വ്യത്യാസങ്ങളല്ല. ഒരു ഹാലടി ഉറക്കെ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് വിശുദ്ധനാകാം. ഒരാമീൻ ഉറക്കെ പറഞ്ഞേ 5 മിനിറ്റ് കൊണ്ട് വിശുദ്ധനാകാം. ഈ പാപമംഗലമായ ലോകത്തോട് നോ എന്ന് പറഞ്ഞ്, അപ്പാ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു, ഇതാ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിൽ ഇറങ്ങി വന്ന കർത്താവിനെ പോലെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, മുറുകെ പറ്റുന്ന പാപമുണ്ടല്ലോ. നിങ്ങൾ നോക്കിയ പാപത്തെ നിങ്ങൾ വിളിക്കേണ്ട, ഇൻവൈറ്റ് ചെയ്യണ്ട. ഒരേറ് കയറാൻ ഒരു ചെറിയ സുഷിരം മതി. ലാഭം പറഞ്ഞു. പൗലോസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ജനാല തുറന്നു. നിങ്ങൾ കണ്ടോണ്ട് എപ്പോഴും അടച്ചിട്ട മുറിയുടെ എവിടെയെങ്കിലും തുറന്ന ഭയങ്കര കാറ്റ് വെളുക്കണം. പാപം മുറുകെ പറ്റും. ഭാഷ പാരമെല്ലാം ഞാൻ കർത്താവിൻ്റെ മേലിട്ട്. പിന്നെ ചെറിയ ചില പാപങ്ങളുണ്ട്, നടക്കത്തില്ല, ഓട്ടത്തിന് സ്പീഡ് വരത്തില്ല. അപ്പൊ ഓട്ടത്തിന് ഈ ആത്മീയ പോരാട്ട പോർക്കളത്തിൽ സ്പീഡ് വരണ 2 മണ്ഡലം കറക്റ്റ് ചെയ്യണം. ഏതൊക്കെയാ പറ? ഭാരവും. അപ്പൊ ഈ ഭാരവും പാപവും നമുക്ക് ഇന്നും 10 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് പറ്റത്തില്ല. രാമൻ പറഞ്ഞു, നമ്മൾ ചിലപ്പോ ഭാരം കർത്താവിന്റെ മേലേക്ക് ഇടും, അടുത്ത ഭാരം വരും. ഒരു ടെംപ്റ്റേഷൻ വരുമ്പോ അടുത്ത ടെംപ്റ്റേഷൻ വരും. പക്ഷെ അതിനെല്ലാം ഓവർകം ചിലപ്പോ നല്ല ഓട്ടത്തിൽ ഒന്ന് നിൽക്കേണ്ടി വരും. പിന്നെയും അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് ഓടിക്കോണം. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, അതിനൊരു മറുപടി ഞാൻ ചോദിച്ചോട്ടെ. പക്ഷെ പിന്നെയും ഈ ഭാരം എത്ര ചിന്തിച്ചാലും എന്റെ ഹൃദയത്തിൽ അങ്ങ് ഭാരം വരുന്നു. ഓക്കെ, ഞാൻ ഇട്ട് പ്രോമിസ് അന്നേരം ഒരു ആശ്വാസം പിന്നെയും വരുന്നു. പക്ഷെ പാപം എത്ര അങ്ങനെ ഞാൻ നാവുകൊണ്ട് പാപം ചെയ്യുന്നു, കുറ്റം പറയുന്നു, അരുതാത്ത ചിന്തകൾ വരുന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ, എന്താണ് പിന്നെയും അവിടെ നിന്നിട്ട് ഇത് താഴേക്ക് ഇട്ടേച്ച് പോകുന്നതിന്റെ രഹസ്യം പറയാമോ? ആര് പറ? ഭാരവും പാപവും ഇട്ടേച്ച് ഹാൻഡിൽ ചെയ്തിട്ട് വീണ്ടും ഓടണം. അതിനെന്താ ചെയ്യുന്നത്? പറ ആരാന്ന് പറ. മാനസാന്തരം. രാമൻ പറഞ്ഞേ, പെട്ടെന്ന് റിപ്പന്റ് ചെയ്യുക. ഞാൻ അരുതാത്തം പറഞ്ഞു, ഞാൻ അരുതാത്തം ചെയ്തു. വേദപുസ്തകം പറയുന്നു, അവൻ എല്ലാ ഭാരങ്ങളും വഹിച്ചു, വേദനകൾ ചുമന്നു, അവന്റെ മേൽ ഇടാൻ വേദപുസ്തകം പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു ചുമന്ന എന്തോ ഉറക്കെ പറ. ക്ഷമ ചോദിക്കും. പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാം, മക്കളെ നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, നിന്റെ ഫീസിന്റെ കാര്യം പപ്പ നോക്കിക്കോളാം, മമ്മി ഇനി എവിടെ നിന്ന് തിരിച്ചു. ഈ കുഞ്ഞ് പിന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നാലോ? എന്റെ ഫീസിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്, എന്റെ ഫീസിന്റെ കാര്യം. എന്റെ സ്വഭാവം 2 ഞാൻ കൊടുക്കും, ഉറപ്പായിരിക്കും. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ലെന്നോ. ശരിയാണ് മണിക്കാര്യം. ഇന്നലെ ഒരാൾ വീട്ടിൽ വന്നു. എന്നിട്ട് പറയുന്നതിന് കുഴപ്പമില്ല, എനിക്ക് രാമീനൊക്കെ പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പച്ച പാത്രം അപ്പച്ചൻ്റെ അവിടെ ഇരിക്കുന്നു, കൈ കഴുകുന്നു. പാത്രം എവിടെ വെക്കിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം കൈ കഴുകുന്നു. വൈകിട്ടും വിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിലും അങ്ങനെ വീട്ടിലും അങ്ങനെ. ഞാൻ സാധ്യത കൈ കഴുകുന്നു. ഞാൻ ആ 2 പ്രാവശ്യവും കൊച്ചുമോള് 2 പ്രാവശ്യം അപ്പച്ചൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. വൈകിട്ടും കൊണ്ട് പാത്രം കണ്ടത് വെച്ചു കൈ കഴുകുന്നു. ഒരു സാധ്യതയും പറഞ്ഞു, ബാല നടക്കേണ്ടുന്ന വഴി വെറുതരാനും നല്ല ശരി. ഇവിടെ വന്ന ചെരുപ്പ് വെളിയിട്ടിട്ടേ കയറത്തുള്ളൂ. എത്ര ധൃതി വെച്ച് ഓടി വന്നാലും അവിടെ ചെരുപ്പിടുന്ന സ്ഥലമുണ്ട്, അവിടെ ഇട്ടേ വീട്ടിൽ കയറത്തുള്ളൂ. നല്ല ശീലങ്ങൾ മറക്കത്തില്ല. പ്രാർത്ഥനകൾ പഠിപ്പിക്കണം, പാട്ടുകൾ പഠിപ്പിക്കണം, മറക്കത്തില്ല. ഒരു കാലടി ഉറക്കം പറഞ്ഞു. അപ്പൊ എപ്പോഴും ഭാരമോ പാപമോ തോന്നുമ്പോ എന്ത് ചെയ്യണം? അവ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, ഞാൻ പറയരുതായിരുന്നു, ഞാൻ ചിന്തിക്കരുതായിരുന്നു.
ഞാൻ അങ്ങനെ വിധിക്കരുതായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തരുതായിരുന്നു. അയ്യോ, ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ തട്ടിയപ്പോഴും പുതച്ചു കിടന്ന് ഞാൻ ഉറങ്ങി, എന്നോട് ക്ഷമിക്കണേ. അപ്പൊ എങ്ങനെയാണ് ഈ ഭാരവും പാപവും വീണ്ടും ഓട്ടം സുഖമാക്കുന്നത്? എങ്ങനെയാ ദൂതാ ദൈവം തരുന്നത്? എങ്ങനെ ഓട്ടം സുഖമാക്കുന്നേ? റിപ്പന്റ്. അതാ ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ പല ഭാഷ എന്തോ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവരാ, ഞങ്ങൾ വേർപെട്ടവരാ, നടക്കത്തില്ല. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുറുകെ പറ്റുന്ന കൈവിടുന്ന പറ, മുറുകെ പറ്റുന്ന ഭാഗം അവിടെ കൊണ്ട് കൈവിടും തൂങ്ങിയിരിക്കും. കൈവിടും മുറുകെ പറ്റുന്ന സകല ഭാരവും. ഇനി ഭാരം എടുക്കൂ? ഇപ്പൊ പറഞ്ഞില്ല, ഇനി എടുക്കൂ ഭാരം? പാപം നീ പറ്റുമോ? പറ്റത്തില്ലെന്ന് പറഞ്ഞു. ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ മാനസാന്തരപ്പെടണം. എപ്പോഴാ മാനസാന്തരപ്പെടണം? ഏറ്റവും നല്ല സമയം ആ തെറ്റ് ചെയ്യുമ്പോ തന്നെ. തെറ്റ് ചെയ്യാൻ ലൈസൻസ് അല്ല, ചെയ്യല്. രാമ്യം പറഞ്ഞു. അതുകൊണ്ട് വചനം പറയുന്നത് ഒരു യോഹന്നാൻ വ്യക്തമായി പറഞ്ഞു, പാപം ചെയ്യരുത് കുഞ്ഞുങ്ങളെ. ഇങ്ങോട്ട് നോക്കിയേ, പാപം ചെയ്യല്ലേ. പിന്നെ പറഞ്ഞു, ഇവൻ തെറ്റ് ചെയ്തു പോയാൽ നമുക്കൊരു കാര്യസ്ഥനുണ്ട്. ഈ കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് അല്ലേ. ഈ അഡ്വക്കേറ്റിന്റെ ഡ്യൂട്ടി എന്തോ? ആര് വക്കാലത്ത് കൊടുത്താലും അവർക്ക് വേണ്ടി വാദിക്കും. എന്ത് ചെയ്തു വന്നാലും അവർ ആദ്യമേ നിങ്ങളോട് പറയും, സാറേ ഞങ്ങൾ എല്ലാം തെറ്റ് ചെയ്തിട്ടാണ്, നിങ്ങൾ ചെയ്തിട്ടില്ല. ആദ്യം നമ്മളോട് എന്താ പറയും? എന്താ പറയാൻ കാരണം? നീ ചെയ്തിട്ടില്ലെന്ന് അവിടെ പറയണം. അപ്പൊ അവരുടെ വാദിച്ച് അവരെന്ത് ചെയ്യും? നിനക്ക് വേണ്ടി അനുകൂലത അവർ കൊണ്ടുവരും. പക്ഷെ ഈ അഡ്വക്കേറ്റിന് പ്രത്യേകതയുണ്ട്. ഈ അഡ്വക്കേറ്റ് തിന്മയ്ക്ക് കൂട്ടു നിൽക്കത്തില്ല. ഈ അഡ്വക്കേറ്റ് നീതിയുടെ ദൈവമായതുകൊണ്ട്, ഒരു കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു, നീതിയുടെ ദൈവമായതുകൊണ്ട് നീതിപൂർവമുള്ള കാര്യത്തിന് ഈ ദൈവം നിൽക്കത്തുള്ളൂ. അല്ലാത്ത പ്രാർത്ഥന കേൾക്കത്തില്ല. ദോഷ പ്രാർത്ഥന, അതെനിക്കെതിരെ കൈകാര്യം ചെയ്യണേ, ദൈവത്തിന്റെ ഹിതം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഈ ശൗലിനെ ഒരു രാമേനോടൊക്കെ പറഞ്ഞു, ഈ ശൗലിനെ നിൽക്കുന്ന കൂടുതൽ ദൈവവചനം ലഭിക്കുകയാണ്. രാമൻ പറഞ്ഞു, ഈ ശൗലിനെ നമ്മൾ ചിന്തിച്ച് നോക്കി സഭ എങ്ങനെയായിരിക്കും പ്രാർത്ഥിച്ച്? സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, വല്ലാതെ പീഡിപ്പിക്കുന്നു. ദൈവവചനം എവിടെ കൺവെൻഷൻ നടന്നാൽ, ക്രൂസൈഡ് നടന്നാൽ, ഏത് ദൈവദാസൻ പ്രസംഗിച്ചാലും അവനെതിരെ പ്രശ്നങ്ങൾ പറയുക, വികൃതമാക്കുക, നഗ്നത വെളിപ്പെടുത്തുക, ബലഹീനത വെളിപ്പെടുത്തുക, അവരെ വല്ലാത്ത പേരുകൾ അഭിസംബോധന ചെയ്യുക. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സഭ എങ്ങനെയായിരിക്കും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ശൗലിനെ ദൈവം എന്തോ ആരാക്കി മാറ്റി. അങ്ങോട്ട് പോയപ്പോൾ ഉപദ്രവിച്ചുകൊണ്ട് പോയവൻ ഇങ്ങോട്ട് വരുമ്പോൾ, ഇന്ന് എല്ലാവരും സഭ വന്നവരൊക്കെ ചോദിച്ചു, ഇപ്പൊ 21 വർഷം നടക്കുമ്പോൾ ഇന്നലെ പറയും, ഇന്നാരാ എന്നിന്നാള്. മറ്റേ പ്രവചനമുള്ള ഭാഷ ഇന്ന് ആരാന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ശൗല. കേട്ടു, ഇന്ന് ആരാന്ന് ചോദിച്ചു, ശൗലാന്നോ? അയ്യോ, അന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന സൗകര്യമാരെല്ലാം ഓടി, എല്ലാരും ഓടി. ആ കൊലപാതകനോ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനോ, ആ മഹാപുരോഹിതന്റെ അധികാരപത്രവുമായി ഇവിടെ നമ്മളെ ഉപദ്രവിക്കാൻ വന്നവനോ, അന്ന് എല്ലാവരുടെയും കൃപ പോയി, അന്യഭാഷ പോയി, എല്ലാരും ഓടിയപ്പോഴേ ഒരുത്തൻ അവിടെ നിന്ന് പറഞ്ഞു, ഭരണവാസ് പറഞ്ഞു, ഓടണ്ട, ദൈവം അവനെ ഒന്ന് തൊട്ടു. ഇപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം അവനെ ഒന്ന്, ഈ പിള്ളേരെ കളിക്കണം, തൊട്ടു. ദൈവത്തിന് തൊടിയിൽ ഭയങ്കര രസമാണ്. രാമയും പറഞ്ഞു, നല്ല ഇങ്ങോട്ട് നല്ല ബോഡിയുള്ള നോക്കി, നല്ല ബോഡിയെ നല്ല ആൾക്കാർ, നിങ്ങളെ എന്തെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ടാൽ അവർ ചുമ്മാ വേദനയായിരിക്കും. അവരുടെ കൈ ശരീരം അങ്ങനത്തെ ദൈവദേശത്ത് ദൈവം ഒന്ന് തൊട്ടപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? കണ്ണിലെ കാഴ്ച അങ്ങ് പോയി. ആഹാരം കഴിച്ചില്ല ഇത്ര ദിവസം, ഒന്നും കാണാൻ വയ്യ, മിടുക്കനായിട്ട് അങ്ങോട്ട് പോയതാ, തപ്പി നടന്നു. എന്നിട്ട് ദൈവം അവന്റെ മുമ്പിൽ ചോയ്സ് വെച്ചു. ദൈവം നിർബന്ധിച്ചു, അടിച്ചവനെ പൗലോസ് ആക്കിയില്ല. ദൈവം അവന്റെ മുമ്പിൽ ഓപ്ഷൻ കൊടുത്തു, വേണത്തിൽ എടുക്കുക. അതവൻ പറഞ്ഞ്, വേണമെങ്കിൽ എനിക്ക് പിന്തിരിയാമായിരുന്നു, ജഡരക്തങ്ങളോട് എനിക്ക് ആലോചന ചോദിക്കാമായിരുന്നു. ചോദിച്ചോ? പക്ഷെ താൻ തിരിച്ചു വരുമ്പോൾ ഭരണവാസ് പറഞ്ഞു, യെരൂശലേമിൽ ചെന്ന് പരിചയപ്പെടുത്തി, അവനെ രാമീനോടൊക്കെ പറഞ്ഞു, അവനെ ദൈവം തൊട്ടു, പഴയ ആളല്ല, അവന്റെ കണ്ണു തുറന്നു, അവന്റെ കണ്ണിന് ചെതുമ്പല് പോയി. പൗലോസ് എഴുതുമ്പോൾ, വചനം എഴുതുമ്പോൾ പറയുക, മുൻപേ താൻ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് അവരെന്നെ ചൊല്ലി ഉറക്കെ പറ, നിങ്ങളുടെ ഫില്ലി ദൈവത്തെ
ആരെ ചൊല്ലി? അപ്പൊ നിന്നെ ചൊല്ലി ദൈവം എന്ത് ചെയ്യണം? ദൈവനാമം മഹത്വപ്പെടണം. നിന്നെ ചൊല്ലി ദൈവനാമം മറ്റുള്ളവർ മഹത്വപ്പെടണം. അല്പസമയം കർത്താവിനെ സ്തുതിച്ച് പരിശുദ്ധമായ ശക്തി വ്യാപരിക്കട്ടെ. യുഗങ്ങൾ അഴിയട്ടെ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിനകത്ത് ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. സാധാരണ പ്രവൃത്തികൾ തകരട്ടെ. വഴികൾ തുറക്കട്ടെ. വാതിലുകൾ തുറക്കട്ടെ. ആത്മാവിന്റെ ശക്തിയുള്ള ജീവന്റെ വചനം, ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം ദേശങ്ങളിൽ പട്ടണങ്ങളിൽ ക്രിയട്ടെ.